പരസ്യ മദ്യപാനം ചോദ്യം ചെയ്തതിന് കൊല്ലം ചിതറയിൽ യുവാവിനെ കുത്തിക്കൊന്നു. തുമ്പമൺതൊടി സ്വദേശി സുജിനെയാണ് അഞ്ചംഗ സംഘം കൊലപ്പെടുത്തിയത്. ക്ഷേത്ര ഉത്സവത്തിനിടെയുണ്ടായ തർക്കത്തിലെ മുൻ വൈരാഗ്യവും കൊലയ്ക്ക് കാരണമായി. സുജിത് സുരേന്ദ്രൻ ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സുജിത്ത്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉമേഷ്, ഇന്നലെ രാത്രി 11 മണിയോടെ സുജിൻ സുഹൃത്തായ അനന്തുവിനൊപ്പം വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയാണ് ഈ അഞ്ചംഗ സംഘം വഴിയിൽ പതിയിരുന്ന ആക്രമിച്ച ശേഷം ആദ്യം അനന്തുവിനെ പുറത്തു നിന്നും തലയിൽ കുത്തുകയായിരുന്നു. അതിനുശേഷമാണ് ഈ സുജിന്റെ വയറ്റിൽ 2 തവണ കുത്തി പരിക്കേൽപ്പിച്ചത്. അങ്ങനെ തുടർന്ന് നാട്ടുകാർ ചേർന്നുകൊണ്ട് സുജിനെയും അനന്തുവിനെയും കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് അതിനുശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും പ്രവേശിപ്പിച്ചു. എന്നാൽ മരണം സംഭവിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ക്ഷേത്രത്തിലെ സമീപത്തെ ഒരു ക്ഷേത്രത്തിൽ ഉത്സവമുണ്ടായി. ആ ക്ഷേത്രത്തിലെ ഉപദേശക സമിതി സെക്രട്ടറി ആയിരുന്നു ഈ സുജിൻ. അവിടെ ഈ ഗാനമേളക്കിടെ ഈ അഞ്ചംഗ സംഘം മദ്യപിച്ച് ബഹളമുണ്ടാക്കി. അതിനെ ഇവർ ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷം പ്രദേശത്ത് ഇവർ പരസ്യ മദ്യപാനം നടത്തുകയും ചെയ്തു. ഇതൊക്കെ സുജിൻ ചോദ്യം ചെയ്തിരുന്നു. ഇതിന്റെ പ്രതികാരത്തിലാണ് ഈ പ്രതികൾ ചേർന്നുകൊണ്ട് സുജിനെ കുത്തി കൊലപ്പെടുത്തിയത്. ഇതിൽ പ്രധാനമായും ഇതിലുള്ളത് 5 പേരെയും പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. തുമ്പമൺതൊടി സ്വദേശികളായ വിവേക്, സൂര്യജിത്ത്, ലാലു എന്നറിയപ്പെടുന്ന ബിജു, മഹി, വിജയ് എന്നിവരാണ്. ഇതിൽ സൂര്യജിത്തും ലാലും ചേർന്നാണ് സുജിനെ കുത്തി കൊലപ്പെടുത്തിയതെന്നാണ് FIR ഉള്ളത്. എന്തായാലും പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യുകയാണ്. കോടതിയിൽ മറ്റു നടപടികൾ പൂർത്തിയാക്കിയ ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുജിന്റെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. സുജിത് സുരേന്ദ്രനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.